ഇപ്പോൾ മന്ത്രി ആന്റണി രാജു തത്സമയം മാധ്യമങ്ങളെ കാണുന്നു. ദോഷവും ഉണ്ടാകുന്നില്ല. കാരണം ആവശ്യമുള്ളവർക്കെല്ലാം 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം പകുതിയെങ്കിലും മേടിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഒരുമിച്ച് വേണ്ടവർക്ക് ഗവൺമെന്റ് പണം കൂടെ കിട്ടിയതിന് ശേഷം, ധനകാര്യ വകുപ്പ് ഗവൺമെന്റ് നൽകുന്ന സഹായം കൂടെ കിട്ടിയതിന് ശേഷം ഒരുമിച്ച് കിട്ടും. ഇതിലെന്താ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലല്ലോ ഇത്. അല്ല, ഞാൻ പറഞ്ഞ ആരെന്നുള്ളതല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഇതിലെന്താണ് എതിർപ്പിന്റെ അടിസ്ഥാനമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആവശ്യമുള്ളവർക്ക് പണം വാങ്ങിക്കാം. ആദ്യത്തെ ദിവസം 1-ാം തീയതിയോ 2-ാം തീയതിയോ വാങ്ങാം. പതുക്കെ മതി, അല്ലെങ്കിൽ ഒരുമിച്ച് മതി, ഗവൺമെന്റ് സഹായം കിട്ടിയിട്ട് മതി എന്നുള്ളവർക്ക് പിന്നെ വാങ്ങിക്കാം. ഓപ്ഷൻ അവർക്കാണല്ലോ. അല്ല, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ 15-ാം തീയതി 25-ാം തീയതി എവിടെ? 25 10 ദിവസം കൂട്ടുക. ഈ മാസം ശമ്പളം എന്നാ കൊടുത്തത്? 14. ഇനി 24 ആകുന്നതിന് നിങ്ങളതിനെ 10 ദിവസം കൂടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ കറക്റ്റായിട്ട് കൊടുത്തു. 10 ദിവസം മുമ്പാണ് കൊടുത്തത്. ഏതായാലും പലപ്പോഴും 5-ാം തീയതി കഴിയുന്നുണ്ടല്ലോ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞത് തന്നെയാണ്. ബാങ്ക് വായ്പയൊക്കെ ചിലപ്പോൾ 5-ാം തീയതി തിരിച്ചടച്ചില്ലെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് ആവും. അപ്പൊ അതിൽ നിന്നെങ്കിലും ഒരു ആശ്വാസം അവർക്ക് കിട്ടുമല്ലോ. അങ്ങനെ വേണ്ടവർക്ക് മതി. ഞാൻ പറയുന്നത് വേണ്ടാത്തവർക്ക് ഇത് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഉപകാരം കുറെ പേർക്ക് പ്രയോജനമല്ലേ കിട്ടുന്നുള്ളൂ. ആ പ്രയോജനം കൊടുക്കാൻ അതും പാടില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കിട്ടുന്ന കാര്യം അവർക്ക് സന്തോഷം. പക്ഷേ ഇതുകൊണ്ട് മാത്രം ദൈനംദിന കാര്യങ്ങൾ നടത്തിപ്പോകുന്ന, ആ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന ചില തൊഴിലാളികളുണ്ട്. ലോൺ എടുത്തത്, അതുപോലെ പിന്നെ വെള്ളത്തിനും കറണ്ടിനും ഒക്കെ പണം അടയ്ക്കേണ്ടി വരുന്നത്, അവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമാവും. അപ്പൊ അവർക്ക് ഒരു അനുഗ്രഹമാകുന്നതിന് ബാക്കിയുള്ളവർ തീർക്കേണ്ട കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് ഒരുമിച്ച് മതിയെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം. 2 ഓപ്ഷൻ അവർക്കല്ലേ കൊടുത്തിരിക്കുന്നത്. എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സർക്കാർ സഹായം എല്ലാ മാസവും കിട്ടുമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ കഴിയും. അല്ല, ഇപ്പോ ഈ ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ചർച്ച തീരുമാനമെടുത്തതിന് ശേഷം 1 മാസത്തെയും ശമ്പളം മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് അല്പം 1 മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ അതാത് മാസം ശമ്പളം അതിന്റെ അടുത്ത മാസത്തിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മുടങ്ങിയിട്ടില്ലല്ലോ. ഇതുവരെ 1 മാസവും മുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അതിനെങ്ങനെയാണ് 1 മാസവും മുടങ്ങിയിട്ടില്ല? അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് കൈയച്ച് സഹായിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന് ഈ കഴിഞ്ഞ വർഷം തന്നെ 1000 കോടിയിൽ പരം രൂപ സഹായിച്ചില്ലേ? 1300 പരം കോടി രൂപ സഹായിച്ചെന്ന് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ മുമ്പത്തെ വർഷം 2037 കോടി രൂപ സഹായിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നമുക്ക് ഗവൺമെന്റ് സഹായം 750 കോടിയോളം രൂപയുടെ കുറവാണ് ഉണ്ടായത്. കാരണം അത്രയും വരുമാനം കൂടിയിട്ടുണ്ട്. വരുമാനം കൂടുന്നതിനനുസരിച്ച് ഗവൺമെന്റ് സഹായം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം 725-730 കോടിയോളം രൂപ കുറവാണ് ഗവൺമെന്റ് നൽകിയ സഹായം. അപ്പൊ എന്തുകൊണ്ടാണ്? വരുമാനം വർദ്ധിച്ചു, ചെലവ് കുറയുന്നു. അതുകൊണ്ടാണല്ലോ ഉണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. തുടരണമെന്നാണ് ഇതുവരെയുള്ള തീരുമാനം. ഇപ്പൊ തുടരുകയാണല്ലോ. അല്ല, അത് ഞാൻ പരിശോധിച്ചു. പർച്ചേസിൽ ഞാൻ വന്നതിന് ശേഷമുള്ള പരിശോധനയിൽ അതിനു മുമ്പേ ഉള്ളതിനേക്കാൾ പകുതി തുകയാണ് ഈ പർച്ചേസിനായിട്ട് ചെലവഴിക്കുന്നത്. 50% പിന്നെ ചെലവ് കുറഞ്ഞിരിക്കുകയാണ് പർച്ചേസിൽ. ആണെങ്കിൽ അത് പരിശോധിച്ചാൽ അറിയാമല്ലോ. അല്ല, സ്പെയർ പാർട്സിൽ എങ്ങനെയാണ് ചെലവ് ചുരുക്കാൻ പറ്റുക? സ്പെയർ പാർട്സ് ആവശ്യമുള്ള വണ്ടിക്ക്, ടയർ ആവശ്യമുള്ള വണ്ടിക്ക് ടയർ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ വണ്ടി ഓടുകയും. അതായത് പിന്നെ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്ന കാര്യത്തിൽ കുറെ കൂടി ചിട്ടയായിട്ട് സ്പെയർ പാർട്സ് വാങ്ങിക്കണമെന്നുള്ളൊരു പരിശോധന വന്നതിന് ശേഷം സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിനകത്ത്, സ്പെയർ പാർട്സിന്റെ ചെലവ് കുറഞ്ഞിട്ടുണ്ട്. കൂടുകയല്ല ചെയ്ത്, കുറയുകയാണ് ചെയ്തത്. അത് കർശനമായ പ്രൊഫഷണൽ ബോർഡ് വന്നതിന് ശേഷം സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിനകത്തുള്ള നിയന്ത്രണമുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിനൊരു സംസ്ഥാനത്തൊരു കമ്മിറ്റിയുണ്ട്, പർച്ചേസ് കമ്മിറ്റിയുണ്ട്. എന്ന് മാത്രമല്ല, ഇത് വിൽക്കുന്ന കമ്പനികളുമായി നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്താണ് ബഹുഭൂരിപക്ഷം സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത്
പിന്നെ കമ്പനി വിലയ്ക്ക്, അതായത് പിന്നെ കടകളിൽ വിൽക്കുന്ന വിലയ്ക്കല്ല, ഹോൾസെയിൽ പ്രൈസിന് MRP പ്രൈസിന് നേരിട്ട് കമ്പനികൾ നൽകുന്ന വിലയ്ക്കാണ് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എടുത്തൊരു പുതിയ സമീപനമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്പെയർ പാർട്സിന്റെ ചെലവിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നത്. ചെലവിൽ കൂടുകയല്ല ചെയ്തത്. അത് തെറ്റായ വാർത്തയാണ്. അതായത് KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ ഒരു പ്രൊഫഷണൽ ബോർഡുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. അവർക്ക് ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചും പിന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ തീരുമാനങ്ങൾ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്, ഗവൺമെന്റിന്റെ അനുമതി വേണ്ടത്. ഇപ്പോൾ തന്നെ ഒരു ഉത്തരവ് നിങ്ങളൊരു വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി 2 ദിവസമായിട്ട് കൊടുക്കുന്നൊരു വാർത്തയുണ്ട്. അതായത് ഓരോ ഡിപ്പോയുടെയും വരുമാനത്തിനനുസരിച്ച് ശമ്പളം കൊടുക്കണം. മന്ത്രിയുടെ നിർദ്ദേശം എന്നതാണ്, തീരുമാനമായിട്ടാണ് നിങ്ങൾ മിക്കവാറും എല്ലാ ചാനലുകളിലും അവതരിപ്പിച്ചത്. നിങ്ങൾ എന്നോടൊരു വാക്കുപോലും ചോദിച്ചിരുന്നില്ല. അത്തരം കാര്യങ്ങളിൽ മന്ത്രി അറിയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുമില്ല. ഗവൺമെന്റിന്റെ ഒരു അനുമതിയോടുകൂടി അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുമില്ല. അത് മാനേജ്മെന്റിന് അത്തരം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മാനേജ്മെന്റുകൾക്ക് ബോർഡ് വെച്ചിരിക്കുന്നു, മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റിന് അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതൊരു നയപരമായ തീരുമാനമല്ലല്ലോ. അതൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഉള്ളൂ. അല്ല ശമ്പളം കൊടുക്കണ്ടെന്നുള്ളതല്ലോ. ഇതൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞത്, നയപരമായ കാര്യങ്ങളിൽ മാത്രമേ ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യമുള്ളൂ. അവിടെ പാസ്സാക്കുന്ന എല്ലാ ഉത്തരവുകളുടെയും ഫയലുകൾ മന്ത്രിക്ക് അയക്കേണ്ട കാര്യമില്ല, മന്ത്രി കാണേണ്ട കാര്യമില്ല, ഗവൺമെന്റിന്റെ അനുവാദം ആവശ്യമില്ല. അതായത് ഇത് ഗവൺമെന്റിന് ഉത്തരവാദിത്വം, ഗവൺമെന്റിനെ അറിഞ്ഞ് ഗവൺമെന്റ് ഉത്തരവിടുന്നതിന് മാത്രമേ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഗവൺമെന്റിന്റെ അനുമതിയോ ഗവൺമെന്റ് ഉത്തരവോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം മാനേജ്മെന്റിനുണ്ട്, അവരുടെ അധികാര പരിധിയിൽ പെട്ടതാണ്. അതിനൊക്കെ ഗവൺമെന്റ് അനുവാദമോ ഗവൺമെന്റ് ഫയൽ അയക്കേണ്ടത് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇല്ലില്ല, അങ്ങനെയല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബോർഡിന്റെ ആവശ്യം? ഗവൺമെന്റ് മാത്രം പോരെ, ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ആവശ്യമില്ല. അങ്ങനെ ഒരു സംവിധാനം, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ മാത്രമല്ല, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് സ്വാതന്ത്ര്യം. അതൊന്നും ഗവൺമെന്റ് അറിയേണ്ട കാര്യമില്ല, ഗവൺമെന്റ് അനുവാദം ആവശ്യമില്ല. അതാണല്ലോ ഈ പിന്നെ PSUസിന്റെ ഒരു പ്രത്യേകത. സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനം പോലും അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ അതുകൊണ്ട് PSUസിനെല്ലാം PSUസിൻ്റെതായ അധികാരമുണ്ട്. അത് വിനിയോഗിക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. അതിൽ ഗവൺമെന്റ് കൈകടത്തേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഗവൺമെന്റ് അനുമതിയുടെ ആവശ്യമില്ല. സർക്കാരിന്റെ നയമല്ലല്ലോ അത്. സർക്കാർ അങ്ങനെ ഒരു നയമോ അല്ലെങ്കിൽ സർക്കാർ തീരുമാനമോ അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായിട്ട് വാർത്തകളിൽ കണ്ടു. അതിനെക്കുറിച്ച് ആരും തന്നെ എനിക്ക് ഒരു പരാതിയോ ഏതെങ്കിലും യൂണിയൻ എനിക്ക് പരാതിയോ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരികയോ ചെയ്തിട്ടില്ല. അപ്പൊ അവർക്കാർക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് പരിശോധിക്കും. ഇല്ല, അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനതാണ് പറഞ്ഞത്, ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഗവൺമെന്റ് അറിയിക്കണമെന്നോ ഗവൺമെന്റ് അനുമതി വേണ്ടതിനെല്ലാം അനുമതി വേണം. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് അനുമതിയുടെ ആവശ്യമില്ല. ആ മാനേജ്മെന്റിന് ഇത്തരം കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതേക്കുറിച്ച് ആരെങ്കിലും മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ സമീപിച്ചാൽ അത് ഗവൺമെന്റ് പരിശോധിക്കും. ഇതുവരെ ആരും എനിക്ക് ഒരു പരാതിയോ ഇതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച് എനിക്ക് ആരും ഒരു നിവേദനം പോലും തന്നിട്ടില്ല. ഈ ആർക്കെങ്കിലും ആക്ഷേപമുള്ളവരുണ്ടെങ്കിൽ അവർ എന്നോട് പറയണ്ട. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മാത്രമാണ് ആക്ഷേപം. എന്നോട് ഇതുവരെ പരാതി ഞാൻ ചോദിക്കട്ടെ, അവരെന്നോട് ഇതുവരെ ഇതിനൊരു എതിർപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പുനഃപരിശോധിക്കാൻ മാനേജ്മെന്റ് നിർദ്ദേശം കൊടുക്കണമെന്നോ ചർച്ച ചെയ്യണമെന്നോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആയിരിക്കാം. അല്ല, അതിന്റെ അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ നയപരമായി തെറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വ്യാഖ്യാനമാണിത്. സർക്കാർ നയത്തോട് ചേരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സർക്കാർ നയമാണെന്നോ നയമല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ മാനേജ്മെന്റുകൾക്ക് ക്രമീകരണങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആ ഒരു സ്ഥാപനത്തിന് നിലനിൽപ്പിന് വേണ്ടി മാനേജ്മെന്റുകൾ കാലാകാലങ്ങളിൽ കൈക്കൊള്ളുന്നതാണ്. അതിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ എഴുതുന്നതിൽ പരിശോധിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഹൈക്കോടതി അല്ല പറഞ്ഞത്, അതാണ് നിങ്ങളത് മനസ്സിലാക്കണം. ഈ കേസിൽ ഗവൺമെന്റ് തന്നെയാണ് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് അല്ല, മാനേജ്മെന്റ് തന്നെയാണ് ഹൈക്കോടതിയോട് പറഞ്ഞത് ഞങ്ങൾ തൽക്കാലം 1 ലക്ഷം രൂപ വെച്ച് ഈ പെൻഷൻകാർക്ക് കൊടുക്കാമെന്ന് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ അങ്ങോട്ട് പറയുകയായിരുന്നു. ആ ഹൈക്കോടതി നിർദ്ദേശം വേറൊന്നായിരുന്നു. അത് സാമ്പത്തികമായുള്ള ഇന്നത്തെ അവസ്ഥയിൽ KSRTCക്ക് അത്രയും സാമ്പത്തികം കണ്ടെത്താൻ കഴിയില്ല, അങ്ങനെ ഉത്തരവിട്ടാൽ പോലും നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും 1 ലക്ഷം രൂപ വീതം കൊടുക്കാം എന്ന് KSRTC മാനേജ്മെന്റ് കോടതിയെ അറിയിക്കുക അങ്ങോട്ടാണ് അറിയിച്ചത്, അല്ലാതെ ഇങ്ങോട്ട് നിർദ്ദേശം നൽകിയതല്ല. ശരി, ഇന്നത്തെ ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. KSRTC ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള